മുല്ലപ്പെരിയാർ വിഷയത്തിൽ സംസ്ഥാനം മുൻ നിലപാട് തുടരണം എന്ന് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടതായി രമേശ് ചെന്നിത്തല. പ്രതിപക്ഷ നേതാക്കൾ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തിയെന്നും ചെന്നിത്തല പറഞ്ഞു. കേരളം ഇതപര്യന്തം എടുത്തു വന്ന നിലപാടുകൾക്ക് ഘടകവിരുദ്ധമായ ഒരു സമീപനം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത് ശരിയായില്ല എന്ന് അദ്ദേഹത്തോട് സൂചിപ്പിച്ചു. സുരക്ഷ എന്നുള്ള കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും കേരളത്തിന് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. കേരളത്തിന് സുരക്ഷ, തമിഴ്നാടിന് ജലം എന്നുള്ളതാണ് ഇത്രയും കാലം കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും യോജിച്ചെടുത്തിട്ടുള്ള ഒരു തീരുമാനം. അതിൽ നിന്ന് വ്യത്യസ്തമായി മുല്ലപ്പെരിയാർ ഡാമിന് സുരക്ഷിതത്വമുണ്ട് എന്ന് പറഞ്ഞാൽ പുതിയ ഡാം ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് സുരക്ഷയുടെ കാര്യത്തിൽ കേരളത്തിന് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ കഴിയില്ല. ആ നിലപാടിൽ ഗവൺമെൻറ് ഉറച്ചു നിൽക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. വയനാട്ടിൽ കാട്ടാനയെ വെടിവെച്ചു കൊന്ന സംഭവത്തിൽ ഗൂഢാലോചന എന്ന് പരിസ്ഥിതി പ്രവർത്തകർ. റിസോർട്ട് ക്വാറി മാഫിയകൾക്കെതിരെ ശക്തമായ നിലപാടെടുത്ത വൈൽഡ് ലൈഫ് വാർഡൻ കെ ധനേഷ് കുമാറിന്റെ സ്ഥലം മാറ്റത്തിന് ആക്കം കൂട്ടുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണിതെന്നും ആരോപണം. കഴിഞ്ഞ സർക്കാർ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന ദിനത്തിലാണ് ധനേഷ് കുമാറിനെതിരെ സ്ഥലം മാറ്റത്തിന്റെ ഉത്തരവിറക്കിയത്. കാട്ടാനയുടെ കൊലപാതകത്തിൽ പ്രതികൾക്കായുള്ള അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് പരിസ്ഥിതി പ്രവർത്തകർ രംഗത്തെത്തിയിരിക്കുന്നത്. വേട്ടയുടെ ഭാഗമായല്ല കൊല നടന്നത്. വനമേഖലയിലെ റിസോർട്ടുകൾക്കെതിരെ ശക്തമായ നിലപാടെടുത്ത വൈൽഡ് ലൈഫ് വാർഡൻ കെ ധനേഷ് കുമാറിനെതിരെയുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണിതെന്ന് സംശയിക്കുന്നതായി പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നു. ധനേഷ് കുമാറിനെ സ്ഥലം മാറ്റുന്നതിനുള്ള ഉത്തരവ് തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന ദിനത്തിൽ ഇറങ്ങിയെങ്കിലും പുതിയ സർക്കാർ വന്നതോടെ ഇത് റദ്ദു ചെയ്യപ്പെടാനുള്ള സാഹചര്യം മുന്നിൽ കണ്ടുള്ള നീക്കമാണിതെന്ന് സംശയിക്കുന്നതായും പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നു. ഇപ്പം വയനാട് വൈൽഡ് ലൈഫ് വാർഡനായ ഈ വന്യജീവി കേന്ദ്രത്തിന്റെ വൈൽഡ് ലൈഫ് വാർഡനായ ധനേഷ് കുമാറിനെതിരായിട്ട് വയനാട്ടിലെ കരിങ്കൽ കോറി, അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണം, അതേപോലെ തന്നെ റിസോർട്ട് മാഫിയ, അതുപോലെ തന്നെ വനഭൂമി കൈവശപ്പെടുത്തിയവരിൽ നിന്നും ആയിരക്കണക്കിന് ഏക്കർ തിരിച്ചു പിടിച്ചതിലുള്ള വിദ്വേഷമുള്ളവർ, ഇവരെല്ലാവരും കൂടി ചേർന്ന ഒരു മാഫിയ നടത്തിയിട്ടുള്ളതായ അതീവ ഗൂഢതരമായിട്ടുള്ളതായ അദ്ദേഹത്തെ കൂടുതൽ സമ്മർദ്ദത്തിലാഴ്ത്താനും അയാൾ ഇതിനിടയിൽ 2 പ്രാവശ്യം അദ്ദേഹത്തെ അവിടുന്ന് മാറ്റാൻ വേണ്ടി നടത്തിയ ശ്രമം പരാജയപ്പെട്ട സാഹചര്യത്തിൽ അയാൾക്കെതിരായിട്ടുള്ളതായ വലിയ ഒരു പ്രശ്നം ഉണ്ടാക്കാനും വേണ്ടി നടത്തിയിട്ടുള്ളതാവാനുള്ളതായ വലിയ സാധ്യത വയനാട്ടിലെ പരിസ്ഥിതി പ്രവർത്തകർ കാണുന്നുണ്ട്. കേസ് വിജിലൻസ് ഫോറസ്റ്റ് കൺസർവേറ്റർ നേരിട്ട് അന്വേഷിക്കണമെന്നും പരിസ്ഥിതി പ്രവർത്തകർ ആവശ്യപ്പെടുന്നു. അതേസമയം വനംവകുപ്പിന്റെ അന്വേഷണ സംഘത്തോടൊപ്പം സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘത്തെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കലക്ടർ ഇന്നലെ ഉത്തരവിറക്കി. അന്വേഷണ പുരോഗതി ഒരാഴ്ചയ്ക്കകം അറിയിക്കാനും കലക്ടർ കേശവേന്ദ്രകുമാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, വയനാട്. ജിഷ കൊലപാതകവുമായി ബന്ധപ്പെട്ട IG ഓഫീസിലേക്ക് യുവമോർച്ചയുടെ മാർച്ച് അക്രമാസക്തമായി. വിവരങ്ങളുമായി ഇപ്പോൾ തീർച്ചയായും ഞങ്ങളുടെ പ്രതിനിധി ഉമേഷ് ചേരുന്നതാണ്. ഒപ്പം ഇപ്പോൾ ജിഷ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് യുവമോർച്ചയുടെ മാർച്ച് IG ഓഫീസിലേക്ക് നടത്തിയത്. യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്യണം എന്നതാണ് യുവമോർച്ചയുടെ ആവശ്യം. ഇതുമായി ബന്ധപ്പെട്ട് ആണ് മാർച്ച് നടക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ബാരിക്കേഡുകൾ അടക്കം തകർക്കാൻ ശ്രമിക്കുകയും ആദ്യഘട്ടത്തിൽ അക്രമാസക്തമായതിനെയും ചെയ്തതിനെ തുടർന്ന് ജലപീരങ്കി പോലീസിന് ഉപയോഗിക്കേണ്ടി വന്നു. ജലപീരങ്കിയും പോലീസിന് ഉപയോഗിക്കേണ്ടി വന്നു. ഇപ്പോൾ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, അന്വേഷണം അതിൻ്റെ ഈ ഘട്ടത്തിൽ അതിൻ്റെ യഥാർത്ഥ രീതിയിലേക്ക് പുരോഗമിക്കുന്നു. ഇന്നലെ പോലും രേഖാചിത്രം പ്രതിയുടേത് പുറത്തിറക്കി. ഓരോ ഘട്ടങ്ങളിലൊരു പുരോഗതി ഉണ്ടാകുന്നു. ഈ ഘട്ടത്തിൽ യുവമോർച്ചയുടെ മാർച്ച് എന്തൊക്കെയാണ് അവർ ആവശ്യപ്പെടുന്നത്? ഇന്നവിടെ സംഘർഷമുണ്ടായോ അടക്കമുള്ള വിശദാംശങ്ങളിലേക്ക് പോയാൽ. അജിംഷാദ്, ജിഷയുടെ ഘാതകനെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് തന്നെയാണ് യുവമോർച്ച മാർച്ച് നടത്തിയത്. എറണാകുളം IG ഓഫീസിലേക്കാണ് മാർച്ച് നടത്തിയത്. ഈ മാർച്ച് യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ തള്ളിക്കയറാൻ ശ്രമിച്ചു. IG ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ഇവർ ശ്രമിച്ചെങ്കിലും ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു. ഇതിനുശേഷം വലിയ പ്രകോപനമില്ല എന്ന് കണ്ട പോലീസ് പതിയെ പിൻവാങ്ങുകയും ചെയ്തു. ബാരിക്കേഡ് അതുപോലെ ചെയ്തു.
വലിയൊരു സംഘർഷ സാധ്യത ഇല്ല എന്ന് തന്നെയാണ് കരുതിയിരുന്നത്. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം, പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്തതിന് ശേഷം അപ്രതീക്ഷിതമായാണ് യുവമോർച്ചക്കാർ വീണ്ടും ഒരു സംഘർഷം സൃഷ്ടിച്ചത്. ബാരിക്കേഡ് വീണ്ടും തള്ളുകയും IG ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കുകയും ബാരിക്കേഡ് വലിച്ചിടാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. ഇത് നിയന്ത്രണാതീതമാകുന്നു എന്ന് കണ്ട സാഹചര്യത്തിലാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. ഈ ജലപീരങ്കി പ്രയോഗിച്ച ഉടൻ തന്നെ യുവമോർച്ച പിന്വാങ്ങുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായത്. ഇപ്പോഴും പൂർണ്ണമായി പിൻവാങ്ങി എന്ന് പറയാനാവില്ല, എങ്കിൽ തന്നെയും സംഘർഷം ഇല്ല, സംഘർഷ സാധ്യത ഇല്ലാതായി എന്ന് തന്നെ പറയാം. ഇപ്പോൾ നിലവിൽ സമാധാനപരമാണ്. അജിംഷാദ്. ശരി, ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. വാർത്തകളിലേക്ക്. ഉത്തർപ്രദേശിലെ മധുരയിൽ സംഘർഷം. SP ഉൾപ്പെടെ 22 പേർ കൊല്ലപ്പെട്ടു, 40 പേർക്ക് പരിക്കേറ്റു. കയ്യേറ്റക്കാരും പോലീസും തമ്മിലാണ് സംഘർഷമുണ്ടായത്. ജവഹർ ബാഗിലെ കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കാനെത്തിയതായിരുന്നു പോലീസ്. വിവരങ്ങളുമായി ഇപ്പോൾ മനു ശങ്കരൻ ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. മനു, എന്താണ് അവിടെ സംഭവിച്ചത്? അജിംഷാദ്, കഴിഞ്ഞ 2 വർഷമായി സുഭാഷ് ചന്ദ്രബോസിന്റെ പിൻഗാമികൾ എന്ന് സ്വയം വിശേഷിപ്പിച്ച്, സത്യാഗ്രഹികൾ എന്നും വിശേഷിപ്പിച്ചുകൊണ്ടാണ് കഴിഞ്ഞ 2 വർഷമായി 3500-ൽ പരം ആളുകൾ മധുരയിലെ ജവഹർ ബാഗ് പാർക്ക് കയ്യേറി സമരം നടത്തുന്നത്. ഇവർ മുന്നോട്ട് വയ്ക്കുന്ന സമര ആവശ്യങ്ങൾ ഇപ്രകാരമാണ്. അതായത് രാജ്യത്ത് നിലവിലുള്ള കറൻസിയുടെ വിനിമയ വ്യവസ്ഥ മാറ്റുക, അതോടൊപ്പം പ്രധാനമന്ത്രി ഒപ്പം രാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകൾ മാറ്റുക, അതോടൊപ്പം പെട്രോളിനും ഡീസലും വളരെയധികം വില കുറച്ച് രാജ്യത്ത് ലഭ്യമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ 2 വർഷമായി ഏറ്റവും അധികം വില മതിക്കുന്ന സർക്കാർ ഭൂമി 260 ഏക്കറോളം ഭൂമി കയ്യേറി ഇവർ ഈ ജവഹർ ബാഗ് പാർക്കിൽ സമരം തുടർന്ന് വരികയായിരുന്നു. തുടർന്ന് വലിയ രീതിയിൽ പോലീസ് ഇവരെ ഇവിടെ സ്ഥലത്ത് നിന്ന് മാറ്റാൻ പല ശ്രമങ്ങളും നടത്തിയിരുന്നു. എന്നാൽ ആദ്യം കോടതി ഇത് തടഞ്ഞു. തുടർന്ന് കഴിഞ്ഞ ദിവസം അലഹാബാദ് ഹൈക്കോടതി തന്നെ ഇവരെ ഇവിടെ നിന്ന് ഒഴിപ്പിക്കാൻ ഉത്തരവിടുകയായിരുന്നു. ഇതേ തുടർന്ന് ഈ കോടതി ഉത്തരവ് നടപ്പാക്കുന്നതിനായാണ് പോലീസ് സ്ഥലത്തെത്തുകയും പ്രക്ഷോഭകാരികളെ സ്ഥലത്ത് നിന്ന് മാറ്റുന്നതിനായുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തത്. എന്നാൽ പ്രക്ഷോഭകാരികളും പോലീസും തമ്മിൽ തുടർന്ന് വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് വഴിവെക്കുകയായിരുന്നു. പോലീസ് നടത്തിയ വെടിവയ്പിൽ പ്രക്ഷോഭകാരികളിൽ 12ഓളം പേർ സ്ഥലത്ത് മരിച്ചു വീഴുകയുണ്ടായി. ഇതേ തുടർന്ന് പ്രക്ഷോഭകാരികൾ തിരിച്ചും വെടിയുതിർത്തു എന്നാണ് നിലവിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത്. ഇതേ തുടർന്ന് ഇപ്പോൾ നിലവിൽ SP അടക്കം 2 പോലീസുകാരും 22ഓളം പേർ മരിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ ഇക്കാര്യത്തിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിവാദങ്ങൾക്കാണ് ഇപ്പോൾ കേന്ദ്രത്തിലും ഇത് വഴിവച്ചിരിക്കുന്നത്. അടുത്ത വർഷത്തെ ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് മുൻനിർത്തി ഇത് സമാജ്വാദി പാർട്ടിക്കെതിരെയുള്ള വലിയ രീതിയിലുള്ള ഒരു ആക്രമണത്തിന് വഴിവെക്കുകയാണ് BJP കേന്ദ്ര നേതൃത്വം തന്നെ. ഇതിൽ സമാജ്വാദി പാർട്ടി സംസ്ഥാനത്ത് നിലവിൽ വലിയ രീതിയിൽ ക്രമസമാധാന നിലനിർത്തുന്നതിൽ പരാജയപ്പെട്ടു എന്നും മറ്റുമാണ് BJP അധ്യക്ഷൻ അമിത്ഷാ ഇപ്പോൾ ചില മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖങ്ങളിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ വിശദമായ റിപ്പോർട്ടും കേന്ദ്രം സംസ്ഥാനത്തോട് തേടിയിട്ടുണ്ട്. അജിംഷാദ്. ശരി, മനു ശങ്കരനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. കാലാവസ്ഥയെ നേർവഴിയിലാക്കാൻ പരിസ്ഥിതി ദിനത്തിൽ വയനാട്ടിൽ ജനകീയ പ്രയത്നം. മുളങ്കാടുകളുടെയും മരങ്ങളുടെയും പുഴകളുടെയും സംരക്ഷണം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങൾക്കാണ് ജൂൺ 5-ന് തുടക്കമാകുന്നത്. 10 ലക്ഷം മരത്തൈകളാണ് ഇത്തവണ വയനാട്ടിൽ മാത്രം നടുന്നത്. കാലാവസ്ഥാ വ്യതിയാനം നൽകിയ പാടങ്ങൾ പച്ചപ്പിന്റെ നല്ല നാളേക്കുള്ള വഴികളാവുകയാണ് വയനാട്ടിൽ. 10 ലക്ഷം മരത്തൈകൾ നടുകയും പരിചരിക്കുകയുമാണ് ആദ്യ ലക്ഷ്യം. വിവിധ സംഘടനകളും വനം വകുപ്പും ഇതിൽ കൈകോർക്കും. സാമൂഹ്യ വനവൽക്കരണ വിഭാഗത്തിനു കീഴിലും ജില്ലാ ഭരണകൂടത്തിന്റെ ഓർമ്മമരം പദ്ധതിയുടെ ഭാഗമായും മരത്തൈകൾ തയ്യാറായി. തണുപ്പിലേക്ക് തളിരിടുകയാണ് ഇവ. വേനലുകളിൽ കബനിയുടെ തീരങ്ങളെ തപിപ്പിച്ച ഉഷ്ണവായുവിനെ പ്രതിരോധിക്കാൻ മുളങ്കാടുകളുടെയും വൃക്ഷങ്ങളുടെയും ജൈവവേലി സൃഷ്ടിക്കുമെന്നതാണ് ഇത്തവണത്തെ പ്രത്യേകതകളിലൊന്ന്. പുഴ സംരക്ഷിക്കാൻ, ഇടിഞ്ഞു പോകാതെ സംരക്ഷിക്കാൻ ഏറ്റവും ഫലപ്രാപ്തിയുള്ള മുളയാണെന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തവണ മുള ഏറ്റവും കൂടുതലായിട്ട് പുഴ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. നീർത്തട നദീതട ജല പദ്ധതി പ്രകാരം ബ്ലോക്ക് തലത്തിൽ കൂടുതൽ പുഴകൾ കണ്ടെത്തി അവിടെയെല്ലാം മുളകൾ നട്ട് സംരക്ഷിക്കുന്ന പദ്ധതിയാണ് ഇത്തവണത്തെ ഏറ്റവും പ്രത്യേകത. വനത്തിനകത്ത് ഫലവൃക്ഷങ്ങളുടെ വ്യാപനവും പുഴകളുടെ സംരക്ഷണവും എന്നിങ്ങനെയുള്ള പ്രവർത്തനങ്ങളും അതിൻ്റെയെല്ലാം തുടർച്ചയുമാണ് പരിസ്ഥിതി ദിനത്തിൽ ആരംഭിക്കുക. അനൂപ് കയാർ, വയനാട്. ഇനി നമ്മുടെ MLA. MLA എന്ന നിലയിൽ പുതുമുഖമാണെങ്കിലും മണ്ഡലത്തിലെ എല്ലാ വികസന കാര്യങ്ങളിലും വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാകുമെന്ന് കൊല്ലം MLA
മുകേഷ് പീപ്പിൾ ടിവിയോട് പറഞ്ഞു. കൊല്ലം മണ്ഡലത്തിൽ മുൻഗണനാക്രമത്തിൽ വികസന പദ്ധതികൾ നടപ്പിലാക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നും മുകേഷ് വ്യക്തമാക്കുന്നു. അഭിനയ രംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന താൻ MLA എന്ന നിലയിൽ നല്ല പ്രവർത്തനം നടത്തുമെന്ന വാദത്തിലാണ് കൊല്ലം MLA മുകേഷ്. പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനെ ചിട്ടയോടുകൂടി ഓരോന്നോരോന്നായിട്ടൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഏത് പ്രവർത്തനമാണോ ആദ്യം വേണ്ടതെന്ന് തോന്നുന്നു അതിനകത്തങ്ങ് പോകുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇന്ന കാര്യങ്ങളെന്നുള്ളത് നമ്മളങ്ങനെ പ്ലാൻ ചെയ്യുന്നില്ല. മണ്ഡലത്തിൽ നടത്തേണ്ട പ്രവർത്തനങ്ങളിൽ കൃത്യമായ മുൻഗണനാക്രമം പാലിക്കും. അല്ല, തീർച്ചയായിട്ടും ഇപ്പം കൊല്ലത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സ്ഥലത്തും ഉള്ളതാണെങ്കിലും കുറച്ച് കൂടുതൽ കൊല്ലത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ കുടിവെള്ള പ്രശ്നമാണ്. കാരണം ഇവിടെ ശാസ്താംകോട്ട കായലിൻ്റെയൊക്കെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് അതിന് തന്നെയാണ് മുൻതൂക്കം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഫസ്റ്റിൽ. തന്റെ മണ്ഡലത്തിലെ അവശത അനുഭവിക്കുന്ന ജനവിഭാഗത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനവും താൻ ലക്ഷ്യമിടുന്നുവെന്ന് മുകേഷ് വ്യക്തമാക്കി. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകൾക്ക് പ്രാധാന്യം നൽകിയുള്ള പ്രവർത്തനങ്ങൾക്കാണ് മണ്ഡലത്തിൽ ആദ്യം നടത്തുകയെന്ന് കായംകുളം MLA പ്രതിഭ ഹരി വ്യക്തമാക്കി. ഒരു താലൂക്ക് രൂപീകരണം ഉൾപ്പെടെ ഹരിത മണ്ഡലം എന്ന കാര്യത്തിലും വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രതിഭ ഹരി പീപ്പിൾ ടിവിയോട് പറഞ്ഞു. തന്റെ മണ്ഡലത്തെക്കുറിച്ച് വലിയൊരു വികസന കാഴ്ചപ്പാടാണ് കായംകുളത്തെ MLA ആയ പ്രതിഭ ഹരിക്കുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ആരോഗ്യ മേഖലയ്ക്കും വിദ്യാഭ്യാസ മേഖലയ്ക്കും കൃഷി മേഖലയ്ക്കും, ഈ മൂന്നും വ്യത്യസ്തമല്ല. വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം വേണം സ്കൂളുകൾക്ക്, അതോടൊപ്പം തന്നെ ആശുപത്രി ഉൾപ്പെടെയുള്ള ആരോഗ്യ സ്ഥാപനങ്ങൾക്കും ആരോഗ്യ പ്രവർത്തനങ്ങൾക്കും. കാര്യങ്ങൾ വിശദമായി പഠനവിധേയമാക്കിയുള്ള പ്രവർത്തനമാകും മണ്ഡലത്തിൽ നടത്തുകയെന്നും പ്രതിഭ ഹരി പീപ്പിൾ ടിവിയോട് വ്യക്തമാക്കി. ഹരിത മണ്ഡലം, അതുപോലെ തന്നെ മാലിന്യമുക്ത മണ്ഡലം, വനിതാ സൗഹൃദ മണ്ഡലം, അങ്ങനെ വിവിധമായിട്ടുള്ള പദ്ധതികൾ താല്പര്യമുണ്ട്. പിന്നെ കായംകുളംകാർക്ക് താലൂക്കില്ല ഇതുവരെ, അപ്പോൾ അതൊരു വലിയ ഇഷ്യൂ ആയിട്ട് അവർ പറയുന്നുണ്ട്. ഇപ്പം ഞാൻ തന്നെ കഴിഞ്ഞ ദിവസം അത് അനുഭവിച്ചു. എന്തെങ്കിലും ആവശ്യത്തിന് ഹരിപ്പാട് താലൂക്ക് ഓഫീസിലേക്ക് പോകണ്ടേ, കാർത്തിപ്പള്ളി താലൂക്കിലേക്ക് പോകണം. അപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി കായംകുളത്ത് താലൂക്ക് വേണം എന്നുള്ളതാണ്. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വെള്ളം, വെളിച്ചം, ആരോഗ്യം എന്നീ ജനകീയ പ്രശ്നങ്ങളുടെ പരിഹാരത്തിനാണ് കാസർഗോഡ് നിയോജക മണ്ഡലത്തിലെ ജനപ്രതിനിധി എന്ന നിലയിൽ തൻ്റെ മുഖ്യ പരിഗണനകളെന്ന് എന്നെ നെല്ലിക്കുന്ന് MLA പറഞ്ഞു. UDF സർക്കാർ തുടങ്ങിവെച്ച പദ്ധതികൾ പൂർത്തിയാക്കാൻ സഹകരിക്കുന്നതിനൊപ്പം പുതിയവ തുടങ്ങുന്നതിനും LDF സർക്കാരിൻ്റെ പിന്തുണ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോഴുള്ളതെന്നും മുസ്ലിം ലീഗ് MLA കൂടിയായ എന്നെ നെല്ലിക്കുന്ന് പറഞ്ഞു. 3 പതിറ്റാണ്ടായി കാസർകോട്ടെ ജനങ്ങൾ വേനൽക്കാലത്ത് ഉപ്പുവെള്ളം കുടിക്കേണ്ട ഗതികേടിലാണ്. ഭരണമുണ്ടായിട്ടും മുസ്ലിം ലീഗിന്റെ സിറ്റിംഗ് MLA എന്ന നിലയിൽ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കാത്തത് തെരഞ്ഞെടുപ്പിൽ മറുപടി പറയേണ്ട വിഷയമായിരുന്നു എന്നെ നെല്ലിക്കുന്നിന്. ഉദ്യോഗസ്ഥരും കരാറുകാരും വരുത്തിയ വീഴ്ച കാരണമാണ് ഉപ്പുവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ഭാവിക്കര പദ്ധതി നടപ്പാക്കാൻ കഴിയാതെ പോയതെന്നായിരുന്നു സിറ്റിംഗ് MLAയുടെ മറുപടി. വീണ്ടും കാസർകോട്ട് നിന്ന് വിജയിച്ചു വന്ന എന്നെ നെല്ലിക്കുന്ന് MLA കൂടുതൽ പരിഗണന നൽകുന്നത് ഭാവിക്കര റെഗുലേറ്റർ കം ബ്രിഡ്ജ് പദ്ധതിക്കാണ്. ഈ ഉപ്പുവെള്ളത്തിന്റെ പ്രശ്നത്തിൽ ഉപ്പുവെള്ളം ഇല്ലാതാക്കാൻ കഴിഞ്ഞ 5 വർഷം ഞാൻ എത്രമാത്രം ആത്മാർത്ഥമായി ശ്രമിച്ചിട്ടുണ്ട് എന്ന് കാസർകോട്ടെ എല്ലാ ജനങ്ങൾക്കും അറിയാവുന്ന ഭാവിക്കര റെഗുലേറ്റർ കം ബ്രിഡ്ജ് അതിന്റെ പ്രവർത്തനം നമുക്ക് അവിടെ പുനരാരംഭിക്കാൻ പറ്റുമോ ഇല്ലയോ, ഒരു വിദഗ്ധമായ അഭിപ്രായം നമുക്ക് ഉണ്ടാക്കണം അതിന്. എന്നിട്ടായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. കാസർകോട്ടെ വൈദ്യുതി വിതരണത്തിലെ അപാകതകൾ പരിഹരിക്കുന്നതിനും മുന്തിയ പരിഗണനയുണ്ട്. ഭൂമിക്കടിയിലൂടെ സ്ഥാപിച്ച കേബിൾ വൈദ്യുതി ലൈൻ ചാർജ് ചെയ്യുവാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്നും എന്നെ നെല്ലിക്കുന്ന് പറഞ്ഞു. SNLന്റെയും ഇലക്ട്രിസിറ്റി ബോർഡിന്റെയും തർക്കം പരിഹരിച്ച് നമുക്ക് ജനങ്ങൾക്ക് വലിയ മഴ വന്നാൽ പോലും കാസർഗോഡ് നഗരത്തിൽ വൈദ്യുതി മുടങ്ങാത്ത ഒരവസ്ഥ നമുക്ക് ഉണ്ടാക്കണം. കാസർഗോഡ് മെഡിക്കൽ കോളേജിന്റെ നിർമ്മാണം പൂർത്തിയാക്കുന്നതിനൊപ്പം എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾക്ക് പരമാവധി പരിഹാരം കാണുന്നതിനും ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് എന്നെ നെല്ലിക്കുന്ന് പറഞ്ഞു. കാസർഗോഡ് അസംബ്ലി മണ്ഡലത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായി ചർച്ചയ്ക്ക് വന്ന വിഷയങ്ങളായിരുന്നു ഉപ്പുവെള്ള പ്രശ്നവും വൈദ്യുതി വിതരണത്തിലെ അപാകതകളും. ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് തന്നെയാണ് ഇപ്പോഴത്തെ തെരഞ്ഞെടുക്കപ്പെട്ട MLA എന്നെ നെല്ലിക്കുന്ന് മുൻഗണന നൽകുന്നതും. ക്യാമറാമാൻ ഷൈജു ബിലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്. പോലീസ് കമ്മീഷണറുടെ അടക്കം തിരുവനന്തപുരം സിറ്റിയിൽ പകുതിയിലേറെ പോലീസുകാരുടെ ശമ്പളം മുടങ്ങി. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പുതിയ പരിഷ്കരണമാണ് ശമ്പളം മുടങ്ങാൻ കാരണം. സ്കൂൾ തുറന്ന സമയത്ത് ശമ്പളം ലഭിക്കാത്തത് മൂലം പോലീസ് ഉദ്യോഗസ്ഥർ കൂട്ടത്തോടെ ദുരിതത്തിലായി. വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ തിരുവനന്തപുരം സിറ്റി പോലീസിന്റെ അവസ്ഥ. കമ്മീഷൻ ഓഫീസിലെ അക്കൗണ്ടന്റ് ട്രഷറിയിൽ ശമ്പള ബില്ല് സമർപ്പിക്കുമ്പോൾ ബാങ്ക് അക്കൗണ്ടുകൾ വഴി ശമ്പളം പോലീസുകാരുടെ പോക്കറ്റിലെത്തുമായിരുന്നു നേരത്തെ.
എല്ലാ മാസവും 1-ാം തീയതി തന്നെ ഇപ്രകാരം ലഭിച്ചുകൊണ്ടിരുന്ന ശമ്പളമാണ് ഇപ്പോൾ മുടങ്ങിയത്. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഈ കുബേർ പദ്ധതിയാണ് ഇതിലെ വില്ലൻ. ഈ പദ്ധതി പ്രകാരം ജീവനക്കാരുടെ ശമ്പളം അക്കൗണ്ടിലേക്ക് മാറ്റുന്നത് റിസർവ് ബാങ്ക് വഴിയായിരിക്കണം. സെർവർ തകരാറ് മൂലം പലപ്പോഴും ശമ്പളം മുടങ്ങുന്നത് പതിവായിരിക്കുകയാണ്. കേരളത്തിൻ്റെ പല ഭാഗത്തും ഇത്തരത്തിൽ ശമ്പളം മുടങ്ങുന്ന വാർത്തകളാണ് ദിനംപ്രതി എന്നോണം വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മാസം കൊച്ചി സിറ്റി പോലീസിന് കീഴിലുള്ള 4000-ഓളം പോലീസുകാർക്ക് 4 ദിവസം കഴിഞ്ഞ ശേഷമാണ് ശമ്പളം അക്കൗണ്ടിലെത്തിയത്. നിലവിൽ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ അടക്കം നിരവധി പോലീസുകാരുടെ ശമ്പളമാണ് മുടങ്ങിയിരിക്കുന്നത്. എന്നാൽ ചിലർക്ക് ശമ്പളം ലഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. സെർവർ തകരാറാണ് ശമ്പളം മുടങ്ങാൻ കാരണമെന്ന് റിസർവ് ബാങ്ക് അധികൃതർ വിശദീകരിക്കുന്നു. കൊട്ടിഘോഷിച്ച് നടത്തിയ ഈ കുബേർ പദ്ധതിയുടെ പാളിച്ച മൂലം സ്കൂൾ തുറക്കുന്ന സമയത്ത് ശമ്പളം കയ്യിലില്ലാത്തത് പോലീസുകാരെ വല്ലാതെ ദുരിതത്തിലാഴ്ത്തിയിരിക്കുകയാണ്. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ കീഴിൽ സ്കൂളുകളിൽ പെൺകുട്ടികൾക്കായി ഈ ടോയ്ലറ്റുകൾ വരുന്നു. 25 സ്കൂളുകളിലാണ് ആദ്യഘട്ടത്തിൽ ഈ ടോയ്ലറ്റുകൾ സ്ഥാപിക്കുക. പെൺകുട്ടികളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യരക്ഷ മുൻനിർത്തി സ്കൂളുകളിൽ ഈ ടോയ്ലറ്റ് സംവിധാനം വരുന്നു. കണ്ണൂർ ജില്ലാ പഞ്ചായത്താണ് വനിതാ ഘടകം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 95 ലക്ഷം രൂപ ചെലവഴിച്ച് ഈ ടോയ്ലറ്റ് സംവിധാനം സ്കൂളുകളിൽ നടപ്പിലാക്കുന്നത്. പെൺസൗഹൃദ ടോയ്ലറ്റുകൾ എന്ന ലക്ഷ്യത്തോടെയാണ് സംവിധാനം. 5 രൂപ നിക്ഷേപിച്ചാൽ നാപ്കിൻ അടക്കം ഓട്ടോമാറ്റിക് സംവിധാനത്തിലൂടെ ലഭ്യമാവുന്ന രീതിയിലാണ് ഈ ടോയ്ലറ്റുകൾ. ഉപയോഗശേഷം ഇവ നിക്ഷേപിക്കാനും വിഘടിപ്പിക്കാനുമുള്ള സംവിധാനവും ഈ ടോയ്ലറ്റുകളിലുണ്ട്. ആദ്യഘട്ടം എന്ന നിലയിൽ ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള 25 സ്കൂളുകളിലാണ് ഈ ടോയ്ലറ്റ് സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV സുമേഷ്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വനിതാ ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജില്ലയിലെ തിരഞ്ഞെടുക്കപ്പെട്ട 25 സ്കൂളുകളിൽ ആധുനികമായി ഈ ടോയ്ലറ്റ് സ്ഥാപിക്കാൻ തീരുമാനിച്ചത്. ഈ ടോയ്ലറ്റിന്റെ ഉദ്ഘാടനം PK ശ്രീമതി MP നിർവഹിച്ചു. ഇത് ഒരു സ്കൂളിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്, പ്രാഥമികമാണ്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. അടുത്ത അധ്യയന വർഷം പൂർത്തിയാക്കുന്നതോടെ ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള മുഴുവൻ സ്കൂളുകളിലും പെൺസൗഹൃദ ടോയ്ലറ്റുകൾ സ്ഥാപിക്കാനാണ് ജില്ലാ പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത്. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. കൈരളി TV ഒരുക്കിയ മെഗാ ഷോ ഉത്സവ് 2016 തിരുവല്ല ബിലീവേഴ്സ് ചർച്ച് ഓഡിറ്റോറിയത്തിൽ നടന്നു. ജലവിഭവ വകുപ്പ് മന്ത്രി മാത്യു ടി തോമസ് ആണ് മെഗാ ഷോയ്ക്ക് തിരികൊളുത്തിയത്. പ്രശസ്ത ഗായകരായ ഉണ്ണിമേനോൻ, റിമി ടോമി തുടങ്ങിയവരുടെ സംഗീത വിരുന്നും ചലച്ചിത്ര താരങ്ങളുടെ നൃത്തവും കോമഡി ഷോകളും ഒക്കെ ഉത്സവ് 2016 വർണ്ണാഭമാക്കി. ചർച്ച് ഓഡിറ്റോറിയത്തിലായിരുന്നു കൈരളി മെഗാ ഷോ ഉത്സവ് 2016 അരങ്ങേറിയത്. ജലവിഭവ വകുപ്പ് മന്ത്രി മാത്യു ടി തോമസ് ആയിരുന്നു മെഗാ ഷോയ്ക്ക് തിരികൊളുത്തിയതും. ആട്ടവും പാട്ടുമായി ഷംന കാസിമും റിമി ടോമിയും സരയുവും അരങ്ങ് തകർത്തു. ഹരിശ്രീ അശോകനും രമേശ് പിഷാരടിയും നർമ്മം കൊണ്ട് ആസ്വാദകരെ കയ്യിലെടുത്തു. ഉണ്ണിമേനോന്റെ മനോഹരമായ ഗാനങ്ങളും തിരുവല്ലയിലെ കലാ ആസ്വാദകർക്ക് വിരുന്നായി. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. ഇന്ത്യയിൽ സുരക്ഷിതമല്ലാത്ത രക്തമാറ്റത്തിലൂടെ എയ്ഡ്സ് ബാധിച്ചത് 2234 പേർക്കെന്ന് കണക്കുകൾ. പല രക്തബാങ്കുകളും രക്തപരിശോധനാ മാനദണ്ഡങ്ങളിൽ കടുത്ത അനാസ്ഥ പുലർത്തിയതായും രേഖകൾ വ്യക്തമാക്കുന്നു. മനുഷ്യാവകാശ പ്രവർത്തകനായ രേതൻ കോത്താരി വിവരാവകാശ നിയമപ്രകാരം നൽകിയ അപേക്ഷയിലാണ് ഇത്തരമൊരു റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുന്നത്. 2014 മുതൽ 16 വരെയുള്ള 17 മാസത്തെ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ ഈ ഞെട്ടിക്കുന്ന റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. 2 മില്യണിലധികം ആളുകൾ ഇന്ത്യയിൽ HIV ബാധിതരാണ്. സുരക്ഷിതമല്ലാത്ത രക്തമാറ്റത്തിലൂടെ ഏറ്റവുമധികം HIV ബാധിതരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഉത്തർപ്രദേശിലാണ്, 316 കേസുകൾ. തൊട്ടുപിന്നാലെ ഗുജറാത്ത്. ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹി 4ാം സ്ഥാനത്താണ്. വിവരാവകാശ രേഖപ്രകാരം മനുഷ്യാവകാശ പ്രവർത്തകനായ ചേതൻ കോത്താരി നൽകിയ അപേക്ഷയിലാണ് ഈ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. രക്തദാതാക്കൾക്ക് HIV, ഹെപ്പറ്റൈറ്റിസ് B, C, മലേറിയ, ഡിഫ്ലീസ് തുടങ്ങിയ രോഗങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് നിർബന്ധമാണ്. ഇന്ത്യയിൽ സുരക്ഷിതമായ രക്തം ഉറപ്പാക്കേണ്ട ചുമതല നാക്കോയ്ക്കാണ്. ഏറ്റവും പുതിയ വാർഷിക റിപ്പോർട്ടിൽ 2014 സെപ്റ്റംബർ വരെ നാക്കോയുടെ രക്തശേഖരണം 30 ലക്ഷം യൂണിറ്റാണ്. ഇതിൽ 84% വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ വഴിയാണ് ലഭിച്ചിരിക്കുന്നത്. ഇതാണ് HIV പോലുള്ള രോഗങ്ങൾ പടരാൻ കാരണമെന്ന് നാക്കോ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ നരേഷ് ഗോയൽ പറയുന്നു.
ഇന്ത്യയിലെ പല ആശുപത്രികളിലും HIV രോഗത്തെ രക്തപരിശോധനയിലൂടെ കണ്ടെത്താനുള്ള ഫലപ്രദമായ മാർഗങ്ങളില്ല എന്ന ആരോപണവും ശക്തമാണ്. ഏതായാലും വിഷയത്തെ ഗൗരവമായി തന്നെ അഭിമുഖീകരിക്കേണ്ടതാണെന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്.